ഈ വീഡിയോ നിങ്ങൾ മുഴുവനും ദയവ് ചെയ്ത് കാണണം. കണ്ടിട്ടൊരു വിലയിരുത്തണം. എന്താ വിലയിരുത്തേണ്ടത്? സത്യവും അസത്യവും, നീതിയും അനീതിയും, അതിനെ രണ്ട് തട്ടിൽ വെച്ചുകൊണ്ട്, നീതിനൊരു തട്ടിലും അനീതിനൊരു തട്ടിലും വെച്ചുകൊണ്ട് നിങ്ങൾ തുലാസിൽ തൂക്കി നോക്കുന്ന വിധത്തിലായിരിക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത്. എന്നിട്ട് നിങ്ങൾ നല്ല കമന്റ് ചെയ്യുക. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ. ഈ ഭൂമിയിലുള്ള മനുഷ്യർ, മതങ്ങളെ തൽക്കാലം ഞാൻ മാറ്റി നിർത്തുന്നു. ഈ ഭൂമിയിലുള്ള മനുഷ്യരായ മാതാപിതാക്കൾ, ഓരോ മക്കളുടെയും മാതാപിതാക്കൾക്ക് ആ മക്കൾ മരിക്കുകയാണ് എങ്കിൽ മാതാപിതാക്കൾക്കുള്ള വേദന, ഹിന്ദു ആയതുകൊണ്ട് വേറെ, മുസ്ലിം ആയതുകൊണ്ട് വേറെ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് വേറെ, ജൂതനായതുകൊണ്ട് വേറെ, മജൂസി ആയതുകൊണ്ട് വേറെ എന്ന് വെച്ചാൽ പല രാജ്യത്തിലുള്ള ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും, ആ മനുഷ്യരിൽ മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു സോഴ്സ്. ഈ മാതാപിതാക്കളുടെ മക്കൾ മരിച്ചാൽ വേദന ഒരുപോലെയാണോ അല്ലേ? അതിനാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. ആ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ വീഡിയോ ആണ് നിങ്ങൾ മുഴുവൻ കാണേണ്ടത്. എന്നിട്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് ചോദ്യം മാത്രം. എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലുള്ള ചരക്ക് കപ്പലിന് അടിപറ്റുകയും തീ കൊളുത്തുകയും 3 പേര് മരിക്കുകയും ചെയ്തു. 24 പേരുണ്ടായിരുന്ന ഈ കപ്പലിനെയാണ് അമേരിക്ക ഒരു പ്രകോപനമില്ലാതെ അടിച്ച് തകർത്തത്. ഇതിൽ 3 പേർ മരിച്ചു. എന്തുകൊണ്ട്? മിസൈൽ ആക്രമണത്തിലും അതിന്റെ തീയിലും ആ 3 ആളുകൾ മരിച്ചു. 21 പേർ രക്ഷപ്പെടുത്തി ഒമാനത്തെ നേവി. ഈ ചെക്കന്മാര്, ഈ കപ്പലുണ്ടായിരുന്ന ആളുകൾ എന്ത് തെറ്റാ ചെയ്തത്? ഇവരെ അടിച്ചു വീഴ്ത്താൻ അമേരിക്കനെ അറ്റാക്ക് ചെയ്തോ? ഇല്ല, അവര് ചെയ്തു. അതിന്റെ ദുരിതം ആരനുഭവിക്കുന്നു? ഈ മക്കളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നു, അല്ലെ? ഇനി എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതൊരു മകന്റെ പിതാവാണ്, പാവപ്പെട്ട കുടുംബം. ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയെയാണ് അമേരിക്ക ഇല്ലാതാക്കി കളഞ്ഞത്. ഈ പിതാവ് എന്ത് തെറ്റാ ചെയ്തത്? ആ മാതാവ് എന്ത് തെറ്റാ ചെയ്തത്? ഇവന്റെ ഭാര്യ എന്താ തെറ്റ് ചെയ്തത്? അവന്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു? ഈ ഒരാളെ കൊന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പിതാവിന്റെ കരച്ചില് പ്രപഞ്ചത്തിന്റെ നാഥന്റെ അടുത്തേക്ക് എത്തൂല? പ്രപഞ്ചത്തിന്റെ നാഥന്റെ അടുത്തേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് ഈ വേദന എത്തൂല? ഒരു ചോദ്യം, ഒരു മറുപടി. എന്ന് വെച്ചാൽ ഓരോ പിതാവിന്റെയും മാതാവിന്റെയും മക്കളുടെയും പ്രാർത്ഥന, വേദനയുള്ള പ്രാർത്ഥന, അത് പ്രപഞ്ചത്തിന്റെ നാഥൻ കേൾക്കോ? എത്തൂല? ഒന്നാമത്തെ ചോദ്യം, എനിക്ക് മറുപടി വേണം. തീ പിടിച്ച രംഗം. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട വീഡിയോ അമേരിക്കയും അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലും ഇവർ ചെയ്യുന്ന ഈ ഒരു പരാക്രമണത്തിന്റെ
തിക്തഫലം അനുഭവിച്ചതാരാണ്? ഇന്ത്യയിലുള്ള ആളുകൾ. ആണോ അല്ലേ? ആണ്. ഇനി കുറച്ച് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിനെ, ഈ പാർപ്പിടങ്ങളെയും ഇവിടെയുള്ള ജനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ബംബാരികൾ എന്ന് പറഞ്ഞാൽ ബോംബിട്ട് നശിപ്പിക്കുന്ന രംഗങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരനുഭവിച്ച പ്രയാസങ്ങളും അവരുടെ മാതാപിതാക്കൾ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ കരയുന്നതും, മക്കൾ നഷ്ടപ്പെട്ട പിതാക്കൾ കരയുന്നതും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ കരയുന്നതൊക്കെ ഒന്ന് കണ്ണോടിക്കുക. എന്നിട്ടാണ് എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഇതിന്റെ വീഡിയോ അവസാനമാണ്. ഞാൻ ഈ വീഡിയോ കാണിക്കാനും പല കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് രാജേഷ് ശർമ്മ, ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. ഗാസയെ മുഴുവൻ ഇല്ലാതാക്കണം, മുഴുവൻ ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു ഒരു ഇസ്രായേൽ സ്നേഹിയായ ഒരു സംഘി. അന്ന് ഒരു 2 വർഷം മുന്നേ ഇദ്ദേഹം ഒരു 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 ട്വീറ്റിലൂടെ, പല ട്വീറ്റുകളും ഇദ്ദേഹം ചെയ്തു. അതിലൂടെ ഒക്കെ ഗസയെ ഇസ്രായേൽ ഇല്ലാതാക്കുമ്പോൾ, ബോംബ് വർഷിപ്പിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ആ ബോംബ് തട്ടി ചിന്നിച്ചിതറുമ്പോഴൊക്കെ ഇദ്ദേഹം എഴുതിയ കാര്യമാണ്. അന്ന് അദ്ദേഹം ചിരിച്ച കാര്യങ്ങളാണിത്. ഇന്ന് അദ്ദേഹം ചിരിക്കുന്നില്ല. കാരണം എന്താ? ഇപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. ഈ ഇദ്ദേഹത്തിന്റെ മകന് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കപ്പലിൽ ഉണ്ടായിരുന്ന മരിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം. ഈ ചെക്കനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിനൊക്കെ സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലാതെ നമുക്ക് വേറൊന്നും പ്രാർത്ഥിക്കാനില്ല. പക്ഷേ ഇദ്ദേഹം മരിച്ചത് അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിലാണ്. ഏതുപോലെ? ഫലസ്തീനിലുള്ള കുഞ്ഞുങ്ങൾ ചിന്നിച്ചിതറിയ പോലെയാണ് ഇവന് മരിച്ചിട്ടുള്ളത്. ഈ പിതാവിന് ആ വേദന, ഏത് രീതിയിലായിരിക്കും ആ പിതാവിന്റെ വേദന ഉണ്ടാകുക? അമേരിക്കയോട് നിങ്ങൾ ചെയ്ത് വളരെ നന്നായി, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്, അതിനുള്ളൊരു സമ്മാനമാണ് എനിക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയത് എന്ന് ഇദ്ദേഹം പറയോ? ഇല്ല. വേദനയായിരിക്കും. വേദന എങ്ങനെയാണോ ഫലസ്തീനിലുള്ള മുസ്ലിങ്ങൾ വേദനിച്ചത്, എങ്ങനെയാണോ ഈ മരിച്ച മാതാപിതാക്കൾ വേദനിച്ചത്, അതേപോലെ തന്നെ ഒരു വേദനയായിരിക്കും ഇദ്ദേഹം. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകണമെന്ന് ഒരു ബുദ്ധി, ഒരു ചിന്ത മനുഷ്യന്മാരായ നമുക്ക് ഉണ്ടാവണം. മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ ചിരിക്കുന്നവരാകരുത്. പഴുത്ത ഇല, പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഒരു മരത്തിൽ നിന്ന് പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കും. ചിരിക്കരുത്, നാളെ നിനക്കും ഇതേ അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. കാലം ദൂരെ, പണ്ടൊക്കെ ഒരു പ്രവർത്തനം ചെയ്താൽ നമുക്കുള്ള പ്രയാസം കുറെ കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഇപ്പോൾ അങ്ങനെയല്ല. ദൈവത്തിന്റെ മുന്നിൽ നീതി ഒന്നേ ഉള്ളൂ. മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചാൽ നമുക്ക് ഏത് രീതിയിലാണ് വേദന ഉണ്ടാകുക എന്ന് നമ്മൾ അറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പോവുക, സമാധാനപരമായിട്ട് സ്വയം ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ഈ യുദ്ധമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു.